ഈ കഥ വന്ന സമയത്ത് സിറാജ് നമ്മുടെ അടുത്ത് അദ്ദേഹം പറയില്ല. കാരണം വെച്ചാൽ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നമ്മളത് കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇന്ന ആളെ ചിന്തിച്ചിരുന്നു, ഇന്ന ആളത്ത് പോയിരുന്നു പറയില്ല. പക്ഷെ നമുക്കറിയാം അദ്ദേഹം അല്ലാത്ത പല സിറ്റുവേഷനും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ശ്രമം നടത്തിയിരുന്നു. അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ ഏതൊരു സംവിധായകനും ആദ്യം ഒരു സിനിമയായിട്ട് വരുമ്പോൾ ഏറ്റവും നല്ല ബിസി ആയിട്ടുള്ള ബിസിനസ്സുള്ള നടൻ വേണം, നടി വേണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും. അതിൻ്റെ പുറകെ അവർ നടക്കും, കുറേ നടക്കും, പിന്നെ തളരും. പിന്നെ ഇത് ചെയ്യണോ ചെയ്യണ്ടേ നമ്മൾ തീരുമാനിച്ചത്. എന്നിട്ട് അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയാണ് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്കറിയാവുന്ന കുറേ വ്യക്തികളുണ്ട് അങ്ങനെ. ഉദാഹരണം ഇപ്പം റീസെൻ്റ്ലി നടന്ന പല പടങ്ങളിലും അവർ പറയുന്ന കഥ അതാണ്. ഞങ്ങൾ ആദ്യം പോയത് ഇവിടെയാണ്, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു, 3 വർഷം ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ തന്നെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കഥകൾ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം സിറാജ് പറഞ്ഞ ഒരുപാട് അലഞ്ഞില്ല, 2-3 പേരൊക്കെ സമീപിച്ചിരുന്നു. അന്നൊന്നും ഈ ഇപ്പോൾ ഇതിനകത്ത് രഹന അഭിനയിക്കണമെന്നോ ഒരു നായിക വേണം എന്നൊരു സംഭവമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായ ഒരു ചിന്താഗതിയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ, അതിന് നമ്മൾ വേറെ പോകാതിരിക്കാനാണ് പറയുന്നത്. അതായത് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ ഒരു പ്രത്യേകത അതിനുണ്ടാവും, അത് ഒരു ബാലൻസ്ഡ് ആയിരിക്കും, പിന്നെ ഒരു ഫ്രഷ്നെസ് അതിനകത്തുണ്ടാവും. ഇപ്പം ഞാൻ വന്നു പകരം അതിന് കൂടെ വേറൊരു നടി വന്നു, അല്ലെങ്കിൽ രഹന അഭിനയിച്ചു വേറൊരു നടൻ വന്നു എന്ന് പറയുമ്പോൾ നോർമലി വരുന്ന സംഭവമാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് വിവാഹത്തിന് മുൻപാണ് ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചത്, നീലാകാശം നിറയെ. കലൂർ രഘുമാറിൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റാണത്, എയർ കാസ്റ്റിംഗ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്നത്. ഈ സിറാജ് പറയുന്ന അതേ പുതുമ തന്നെയാണ്, ആ ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. അതങ്ങനെ സംഭവം വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചത്.